ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിൻസ് എംജെ വ്ളോഗ്സ് ഗോയിത്തെ സീരീസ് പാർട്ട് 2. അപ്പോൾ നമ്മൾ പാർട്ട് 1 ചെന്നൈ ഗോയിത്തെ സെൻറ്ററിലെ എക്സാം എഴുതിയ കാര്യം പറഞ്ഞു. അതിൻ്റെ ഒരു കംപ്ലീറ്റ് എൻ്റെ സ്റ്റോറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഈ വീഡിയോയിൽ ചെന്നൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചെന്നൈയുടെ സബ് സെൻറ്റർ ആയിട്ടുള്ള ട്രിച്ചി, ട്രിച്ചിയിൽ എക്സാം എഴുതിയതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ട്രിച്ചിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ട്രിച്ചിയിൽ ഞാൻ എക്സാം എടുത്തത് ഷൈബൻ ആയിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടായിരിക്കും, എനിക്ക് ട്രിച്ചി ചെന്നൈയിൽ നിന്ന് ഷൈബൻ കിട്ടിയില്ല. ഒബ്വിയസ്ലി എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ കിട്ടിയില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഹോപ്പ് എന്ന് പറയുക. അപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു അഡ്വൈസ് തരാണ്. ഗോയിത്തെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ പോലും തൽക്കാലം അത് അറിയിക്കാതെ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് കിട്ടും എന്ന് പറയുന്നതിനേക്കാൾ റിസൾട്ട് വരുമ്പോൾ പറയാം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രതീക്ഷ ഉള്ളിൽ വയ്ക്കുക, കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പിനെസ് പുറത്തുകൊണ്ട് വരാം. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഹോപ്പ് ചെയ്തൊരു സാധനം കിട്ടാണ്ട് വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് വിഷമം. ഓക്കെ, ഇതൊക്കെ ഇതിലൂടെ നമ്മൾ കടന്നു പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ അഡ്വൈസ്. ഓക്കെ, ഞാൻ എൻ്റെ അഭിപ്രായം മാത്രം പറയുന്നുള്ളൂ. ഐ ഡോണ്ട് കെയർ നിങ്ങൾ എന്ത് വിചാരിച്ചാൽ. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരും, നല്ല രീതിക്ക് പറഞ്ഞുതരും. ഇനി ട്രിച്ചിയിൽ പറയുകയാണെങ്കിൽ ചെന്നൈ കമ്പയർ ടു ചെന്നൈ, ട്രിച്ചി ഒരു ചെറിയൊരു സ്റ്റേഷനാണ്, അല്ല എക്സാം സെൻ്ററാണ്. അപ്പോൾ ട്രിച്ചിയിൽ ഞാൻ പോയത് എക്സാമിൻ്റെ അന്ന് പുലർച്ചെ 12:15 തൃശ്ശൂർ ടു ട്രിച്ചിനപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഒരു ട്രെയിൻ ഉണ്ട്. നേരെ അതിന് കയറി കാലത്ത് 7:55 8 മണിയപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഞാൻ അവിടുത്തെ AC വെയിറ്റിംഗ് റൂമിൽ ചെന്നിരുന്ന് എന്നിട്ട് കുറച്ച് പഠിച്ചു. നമുക്കുള്ള ഷൈബനാണ്. അപ്പോൾ ഷൈബൻ എന്ന് പറയുന്നത് 12:30 മുമ്പാണ്, അതായത് 11:30 അപ്പോൾ 11 മണിയാകുമ്പോൾ നമ്മൾ അവിടെ എത്തിയാൽ മതി. അപ്പോൾ വെയിറ്റിംഗ് റൂമിൽ ചെന്ന് കുറച്ച് നേരം ഉറങ്ങി, ക്ഷീണം മാറ്റി, കുറച്ച് നേരം ബുക്ക് വായിച്ചു. അതിനുശേഷം നേരെ അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് 1 കിലോമീറ്റർ സംതിങ് ഉള്ളൂ, നടക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഞാൻ നടന്നുപോയി, നടക്കാനുള്ളതുള്ളൂ. സുഖമായിട്ട് നടന്നു കഴിഞ്ഞാൽ അങ്ങനെ എക്സാം സെൻറ്ററിലെത്തി. അവിടെ വെച്ചിട്ട് നമ്മുടെ ചെന്നൈയിൽ പോയ പോലൊക്കെ തന്നെ ഈ എക്സാം സെൻറ്റർ കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിൻ്റേതായ ചെന്നൈയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സിനും പുറത്തൊരു കസാരി തരും, നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റും. ചെന്നൈയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 99% മലയാളീസാണ്. അത് കഴിഞ്ഞ വീഡിയോയിൽ മിസ്സായി പോയി. പക്ഷേ ട്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരു 95% ആണ് മലയാളീസ്. അപ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല, കാരണം ചുറ്റിലും മലയാളീസാണ്. ഒരു ഗോയിത്തെ എക്സാം സെൻറ്റർ, ഈ 2 സെൻറ്ററുകളും ഒരു കൊച്ചു കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു സെറ്റപ്പാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ നേരെ അവിടെ ചെന്നു. അങ്ങനെ നമ്മുടെ മറ്റേ ഹോൾ ടിക്കറ്റും പാസ്പോർട്ടും കാണിച്ചു. ദെൻ അവിടെ കയറിയിരിക്കുക. കുറച്ച് കഴിഞ്ഞ് എക്സാമിന് വിളിച്ചു. എക്സാം എഴുതി. ട്രിച്ചി സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ചെറിയ സെൻറ്ററാണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സാം എഴുതി. ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ എങ്ങനെയാണോ സെറ്റപ്പ് അതുപോലെയൊക്കെ തന്നെയാണ്. ചെന്നൈയിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഹാളാണ്. ട്രിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ 3 റൂമുകളായിട്ടാണ് എക്സാം എടുക്കുക. അപ്പം ഒരു റൂമിൽ നമ്മളെ കയറ്റി അതിന് ശേഷം എക്സാം കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം, എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ ദയവായി കോപ്പി ചെയ്യാൻ ശ്രമിക്കരുത്, വെറും മണ്ടത്തരം. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വാച്ച്, നെക്ലസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും അലൗഡ് അല്ല. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ മിസ് ഔട്ട് ആയ കാര്യമാണ്. അതിനുശേഷം നമ്മൾ അവിടെ എക്സാം എഴുതിയതിന് ശേഷം നമുക്ക് വീട്ടിൽ വരാം. വൈകിട്ട് ഒരു ട്രെയിൻ ഉണ്ട്, നേരെ അതിൽ കയറി വീട്ടിൽ വന്നു. അപ്പം ഓട്ടോറിക്ഷയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഗോയിത്തെ സെൻറ്റർ വന്നറിയില്ല. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് മാരിയറ്റിൻ്റെ ഒരു കോട്ടിയാട് ഉണ്ട്. അപ്പോൾ മാരിയറ്റ് കോട്ടിയാടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉള്ളത് സ്ഥലമുള്ളത്. നടക്കാനുള്ളതുള്ളൂ, പെട്ടെന്ന് എളുപ്പമാണ്. പിന്നെ എക്സാമിൻ്റെ അന്ന് കാലത്ത് പോയാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല, തലേദിവസം പോയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ട്രിച്ചി റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല റെയിൽവേ സ്റ്റേഷനാണ്. ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഐ തിങ്ക് ഏകദേശം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ട്രിച്ചിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു സ്റ്റേഷനാണ്. അപ്പോൾ ട്രിച്ചിയുടെ സീരീസ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കൊച്ചി പോയി എഴുതിയിട്ട് വന്നു. അതായിരുന്നു അതിൻ്റെ റിസൾട്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.